വെൽക്കം ടു ചലഞ്ചറ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് ഭാഗത്തേക്ക് വേണ്ടുന്ന സിവിക്സ് പോർഷനിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയൊക്കെ അടുത്തു അല്ലെ. അപ്പോ ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് സിവിക്സ് എന്ന് പറയുന്ന പോർഷൻ. സിവിക്സിന് 5 മാർക്കാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ 5 മാർക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഒരു പോർഷൻ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിവിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് സിലബസ് വെച്ച് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ സിവിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. 5 മാർക്കാണ് ഇതിനുള്ളത്. ഇതിന് ഫസ്റ്റ് പോർഷനിൽ അവർ പറഞ്ഞേക്കുന്നുണ്ടോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഹെഡിങ്, അതിന്റെ കൂടെ ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം, അതിന്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും, അതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്. ഈ ഒരു പോർഷനിൽ ഇത്രയും ഒരു പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കിൽ എപ്പോഴും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷൻ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, അതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്. ഇത്രയും പോർഷൻ ആണ് വരുന്നത്. അപ്പൊ ഇത്രയും പോർഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നീട് ഇ ഗവേണൻസ് എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ, മെയിൻസും പ്രിലിംസും ഒക്കെ ആയിട്ട് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഇ ഗവേണൻസ്. അതിന്റെ കുറച്ച് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെയാണ് ഇ ഗവേണൻസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഇപ്പോ നമ്മുടെ സിവിക്സ് എന്നില്ല, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്നില്ല, LDC എന്നില്ല, ഏതൊരു PSC എക്സാം എടുത്താലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നിങ്ങൾക്ക് ആക്ട് പഠിക്കാനായിട്ടുണ്ട്, പ്രിലിമിനറിക്ക് ആക്ട് പഠിക്കാനുണ്ട്. ആക്ടിന്റെ ഉള്ളിൽ നിന്ന് സെക്ഷൻസ് ഒക്കെ കയറി ചോദിക്കും. അതുപോലെ ലോക്പാൽ, ലോകായുക്ത. ഇതേ പോർഷൻ നമ്മൾ എവിടെ പഠിക്കും? ഭരണഘടനയിൽ പഠിക്കുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ, മറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന പോർഷനിൽ. അതുപോലെ തന്നെ LDCക്കാർക്ക് കേരള ഗവർണൻസ് എന്ന് പറയുന്ന പോർഷനിലൊക്കെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ലോകായുക്ത അതൊക്കെ പഠിക്കുന്നുണ്ട്. ലോക്പാൽ, ലോകായുക്ത നമ്മൾ ഇവിടെ പഠിക്കണം. പിന്നീട് അതുപോലെ ഗവൺമെന്റിന്റെ തിരിവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേഷൻ, നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുള്ള ആ ഒരു തിരിവ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയിൽ പഠിക്കുന്നതാണ്. ഇവിടെ സിവിക്സിന്റെ പോർഷനിലും നമുക്കത് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്തായാലും ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഒരു പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, പിന്നെ അതിന്റെ ആക്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും, ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാര്യം മനുഷ്യാവകാശം, വിവരാവകാശം എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് 10th പ്രിലിംസിന്റെ ഒക്കെ പോർഷന് കിടപ്പുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആക്ട് ആൻഡ് റൂൾ റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ആക്ട് പഠിക്കാനുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ 2 ആക്ട് ആണ് പറഞ്ഞത്. ഒന്ന് വിവരാവകാശ നിയമവും, 2 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഈ 2ന്റെയും ആക്ട് തന്നെ എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. ഇനി തൊഴിലും ജോലിയും എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതികളെ പറ്റി, തൊഴിൽ പദ്ധതികളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ലാൻഡ് റീഫോംസ് LDCയുടെ മെയിൻസുകാർക്ക്, LDCക്ക് പഠിക്കണം. ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും പഠിക്കണം ലാൻഡ് റീഫോംസ്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്മീഷൻസും അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീം, സോഷ്യൽ സെക്യൂരിറ്റി, ഇത് മിക്കവാറും എല്ലാ പോർഷനിലും പഠിക്കാനുള്ളതാണ്. എല്ലാ പരീക്ഷകൾക്കും നമുക്ക് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് എവിടുന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു പോർഷൻ ആണ്. ഓക്കെ. പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, നമുക്ക് ഈ ഡേറ്റാസിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓടായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുവാണ്. പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമുക്ക് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ ഗവൺമെന്റിന്റെ നയപരിപാടികളും അതുപോലെ വികസന പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭൗതിക സാഹചര്യം, അതുപോലെ മനുഷ്യ വിഭവം, ഇതൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് പൊതുഭരണം എന്ന് പറയുന്നത്. പൊതുഭരണം, ഇത് നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ള നിർവചനമാണ്. ഈ നിർവചനം അതുപോലെ എടുത്തിട്ട് എന്താണ് ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഓപ്ഷനിൽ ആസൂത്രണം ഉണ്ടായിരുന്നു,
പൊതുഭരണം ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് ഇത് SCRT-യിലാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ കാണാതെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യവും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ്? പൊതുഭരണം എന്നാണ്. ഈ ഒരു ഡെഫിനിഷൻ ഉറപ്പായിട്ടും കാണാൻ പഠിച്ചു വെച്ചേക്കുക. ഈ ഡിഗ്രി പ്രിലിംസിനല്ല, വേറെ എന്തെങ്കിലും 10th ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ SCRT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ ആണ്. അപ്പൊ ഇത് എന്താണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പിക്ചർ ആണ്. ഈ 4 ഓപ്ഷൻസ് പഠിച്ചു വെച്ചേക്കുക. ഇതല്ലാതെ ഒരെണ്ണം ഓപ്ഷനിലേക്ക് കയറ്റിയിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നും പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. പിന്നെ ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാന്ന് വെച്ചാൽ അത് ജനങ്ങളാണ്. ഓക്കെ, അപ്പൊ ജനങ്ങൾക്ക് എന്ത് വേണം? ക്ഷേമം ഉറപ്പാക്കണം, ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ആണ് അല്ലെ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? നയങ്ങൾ രൂപപ്പെടുത്തും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ജനക്ഷേമം ഉറപ്പാക്കണം. ഗവൺമെന്റിന്റെ കർത്തവ്യമാണ് എന്ന് പറയുന്നത് ജനക്ഷേമം ഉറപ്പാക്കേണ്ടത്. അതുപോലെ ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നത്. നമ്മൾ ജനങ്ങൾ ഇമ്പോർട്ടൻസ് വരുന്ന കൺട്രിയിലാണ് എന്ത് ചെയ്യുക? ജനക്ഷേമം ഉറപ്പാക്കുകയും അതുപോലെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കേണ്ടത് ഉറപ്പായിട്ട് ഗവൺമെന്റിന്റെ കർത്തവ്യമായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തിൽ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ഒന്നാമത്തത്. ജനക്ഷേമം ഉറപ്പാക്കുന്നു, രണ്ടാമത്തത്. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, മൂന്നാമത്തേത്. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, നാലാമത്തേത്. ഈ 4 എണ്ണമാണ് നമ്മുടെ പൊതുഭരണത്തിന്റെ പ്രാധാന്യം. ഈ 4 എണ്ണമാണ് നമ്മൾ ഈ ഒരു സൂര്യൻ കണക്ക് കൊടുത്തേക്കുന്ന പദസൂര്യനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ 4 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷനിൽ ഇതല്ലാത്ത ഒരു പോയിന്റ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു 4 പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗവൺമെന്റ് സ്വന്തമായിട്ട് കുറച്ച് മന്ത്രിമാര് മാത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭരണത്തലവനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ? കഴിയില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഗവൺമെന്റിന് ഒരു ഉദ്യോഗസ്ഥ വൃന്ദം വേണം, കുറച്ച് ബ്യൂറോക്രാറ്റ്സിനെ വേണം. അപ്പൊ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കറക്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനിഷനും പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഡെഫിനിഷൻ അതുപോലെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. എന്താണ് ഒരു ഉദ്യോഗസ്ഥ വൃന്ദം? എന്താണ് ബ്യൂറോക്രാറ്റ്സ് എന്നറിയപ്പെടുന്നത്? നമ്മളൊക്കെ ജോലി കിട്ടിയതിനു ശേഷം ഇപ്പൊ എല്ലാവരും PSC പഠിക്കുകയാണല്ലേ. എന്തിനു വേണ്ടിയിട്ടാ പഠിക്കുന്നത്? നമുക്ക് ഗവൺമെന്റ് ജോലി വേണം. അപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? നമ്മൾ ബ്യൂറോക്രാറ്റ്സ് ആവും. എന്താണ്? അപ്പൊ നമ്മുടെ ഒരു നിർവചനം ഇല്ലേ, അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹം. അപ്പൊ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണോ ചെയ്യുന്നത്? അല്ല, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? കുറച്ച് നയങ്ങളും പദ്ധതികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥ സമൂഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിന് സഹായിക്കുന്നതിനും അതുപോലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. അതുപോലെ പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തിന്റെ 4 പോയിന്റ്. എന്താണ് പൊതുഭരണം? ഇത്രയും പോർഷൻ ഒന്ന് വൃത്തിയായിട്ട് ഓർത്തിരിക്കുക. ഇനി കുറച്ച് ഓടായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രിലിമിനറി പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ഗ്ലാഡൻ ആണ്. എൻ ഗ്ലാഡൻ ആണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
ഇനി ജനാധിപത്യം നമുക്ക് കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ആകുന്നത് നമുക്ക് പൊതുഭരണം ഉള്ളപ്പോഴാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രി ആകുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ജനങ്ങൾക്കാണ്, അല്ലെ? നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ ഇനി ആരാണ് ഭരിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ നമുക്ക് വരുന്ന ഗവൺമെന്റ് എന്തൊക്കെ നമുക്ക് തരുന്നുണ്ട്, അപ്പൊ ഇത് നമുക്ക് പോരായോ, ഇനി നമുക്ക് എന്തെങ്കിലും വേണോ എന്നൊക്കെ നമുക്ക് അടുത്ത ഇലക്ഷനിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെ? സോ ജനങ്ങളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാര്. സോ നമ്മൾ എന്താണ്, ജനാധിപത്യം കൂടുതൽ ഫലപ്രദമാവണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വേണം. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിരിക്കുന്ന പദമാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വേർഡ് ആണ് ഏത്, അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥം മിക്കവാറും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഭരണം എന്നാണ്. പക്ഷെ ഭരണം എന്നല്ല, അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്, സേവനം എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സേവനം എന്നാണ്. അത് ഓർത്ത് വെച്ചിരിക്കണം. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥം സേവനം. മിക്കവാറും എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തെഴുതും, ഭരണം എന്ന് എഴുതും. അല്ല, നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വാക്കിന്റെ അർത്ഥം സേവനം എന്നാണ്. ഇതൊരു ലാറ്റിൻ വാക്കാണ്. അതുപോലെ പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ എൻ ഗ്ലാഡൻ ആണ്. ഈ പോയിന്റ് ഇത്രയും ഓർത്തിരിക്കാമല്ലോ. ഇനി KS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമ്മുടെ 5 മാർക്ക് സിലബസിലെ ഒരു ഹെഡിങ്ങിൽ വരുന്ന ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സബ്ജക്ട് എടുക്കുവാണെങ്കിൽ അതെന്താ, അത് ഒരുപാട് വാസ്റ്റ് ആണല്ലോ. അത് ഫുള്ള് നമുക്ക് പഠിച്ചു തീർക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ എടുത്ത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത് KS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, 2020 KS പരീക്ഷ നടത്തിയപ്പോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊതുഭരണത്തിന്റെ കാതലായ മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന്. പൊതുഭരണത്തിന്റെ കാതൽ, തൽക്കാലം നമ്മൾ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇതിന്റെ ഒരുപാട് ഉള്ളിലേക്കൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ പൊതുഭരണത്തിന്റെ കാതലായ മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇക്വാലിറ്റി. നമ്മള് ധർമ്മം എന്ന് പറയും, അല്ലെ? ഇക്വാലിറ്റി, കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി, പിന്നെ ഫലപ്രദമായ അവസ്ഥ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ്. അപ്പം ഇക്വാലിറ്റി അല്ല ഇക്വിറ്റി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഈ 3 വാക്ക്. ഇക്വിറ്റി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഇത് 3ഉം എന്താണ്, പൊതുഭരണത്തിന്റെ കാതലായ മൂല്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ധർമ്മം, അതുപോലെ തന്നെ കാര്യക്ഷമത, ഫലപ്രദമായ അവസ്ഥ. ഇക്വിറ്റി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഇത് 3ഉം. ഈ പേര് ഇക്വിറ്റി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് 3 ഈസ് ആണ്. അപ്പൊ അത് ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കും. ഇത് എന്താണ്, ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കാതലായ മൂല്യങ്ങളാണ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു KS. അതുകൊണ്ട് ഡിഗ്രിക്കാര് ഒന്ന് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുക എന്ന് പറയുന്ന ആശയം ആദ്യമായി ഉണ്ടായത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലാണ്. ഓക്കെ, പൊതുഭരണം എന്ന ആശയം ആദ്യമായി ആവിർഭവിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ രാജാവിന്റെ ഭരണം ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ രാജാവ് എന്താ വിശ്വസിച്ചിരുന്നത്, രാജാവ് എനിക്ക് കിട്ടിയ ഈ ഭരണം എന്ന് പറയുന്ന ഈ അവകാശം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്ന രാജാക്കന്മാർ. അവർക്ക് ജനങ്ങളുടെ ക്ഷേമമാണ്. അങ്ങനെ നമുക്ക് കുറെ യുദ്ധങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ റെവല്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, ചൈനീസ്, റഷ്യൻ, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേൾഡ് ഹിസ്റ്ററി കുറച്ച് അവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പ്രശ്നം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഇല്ലാതാവുമ്പോൾ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജനങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കൺസെപ്റ്റ്, നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായി ഉണ്ടാവുന്ന രാജ്യമാണ് അമേരിക്ക. ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന കൺസെപ്റ്റ് ആദ്യമായി ഉണ്ടായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അമേരിക്ക. പൊതുഭരണത്തിന്റെ കാതലായ മൂല്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇക്വിറ്റി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. ഇനി നമ്മൾ എന്താ പഠിച്ചേ, അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണെന്ന് പഠിച്ചു. ഇത്രയല്ലേ പഠിച്ചത്? ഓക്കെ, ഇനി നമ്മൾ പൊതുഭരണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ വുഡ്രോ വിൽസൺ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രിലിമിനറിക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പൊതുഭരണത്തിന്റെ പിതാവ് ആര്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത് വുഡ്രോ വിൽസൺ ആണ്. കാരണം പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഓർത്തിരിക്കാം. ഇനി ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ പോൾ എച്ച് ആപ്പിൾബേ ആണ്. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ പോൾ എച്ച് ആപ്പിൾബേ, പേരോർത്തിരിക്കാം.
ഇനി നമുക്കൊരു സിദ്ധാന്തം, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇതിന് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിദ്ധാന്തം മൊത്തം പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. കാര്യം ഇതിന്റെയൊക്കെ പുറകെ പോയാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ്. നമ്മൾ എപ്പോഴും ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. കൂടുതലായിട്ട് അന്വേഷിച്ച് പോകേണ്ട ടോപ്പിക്കുകളെ അങ്ങനെ പോവുക. അപ്പൊ ഈ സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കാൻ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും ടോപ്പിക്ക് തീരില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. ഇനി പൊതുഭരണവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമുണ്ട്. പോസ്റ്റ് കോർബ് എന്നാണ് ആ പദത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ചധികം വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് വരുന്ന ഒരു വേർഡാണ്. അപ്പൊ ഈ ഒരു പദം കൊണ്ടുവന്നത് ലൂതർ ഗുള്ളിക്ക് എന്ന് പറയുന്ന ഒരാളാണ്. ലൂതർ ഗുള്ളിക്ക്. അപ്പൊ ഈ ലൂതർ ഗുള്ളിക്ക് പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന ആ ഒരു പദം എന്തിനെ ഉദ്ദേശിച്ചാണ്, എങ്ങനെയാണ് ആ പദം വന്നതെന്ന് ചോദിച്ചാൽ ഈ ഓരോരോ അക്ഷരങ്ങൾ എടുത്തു വെച്ചാണ് ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടാക്കിയത്. അത് പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പദം കൊണ്ടുവന്നത് ആര്, പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് ആരെന്ന് ചോദിക്കാം. ലൂതർ ഗുള്ളിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഓരോ അക്ഷരങ്ങളും എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻ കേസ് പി, ഈ ഒരു പദത്തിൽ പി എന്തിനെ സൂചിപ്പിക്കുന്നു, ഓ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അത് അറിയണം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, പി ഫോർ പ്ലാനിങ് ആണ്. അപ്പൊ പി ഫോർ പ്ലാനിങ്. ഓ ഫോർ ഓർഗനൈസിംഗ് ആണ്. ഓ ഫോർ ഓർഗനൈസിംഗ്. എസ് ഫോർ സ്റ്റാഫിംഗ് ആണ്. എസ് ഫോർ സ്റ്റാഫിംഗ്. ഡി ഫോർ ഡിറക്റ്റിംഗ്. CO for coordinating. CO for coordinating. R for reporting and B for budgeting ആണ്. B for budgeting. Planning, organizing, staffing, directing, coordinating, reporting, budgeting. അങ്ങനെ 7 വാക്കുകളാണുള്ളത്. ഈ വാക്കുകളും കൂടി പരിചയപ്പെട്ട് വെച്ചേക്കാം. അപ്പം ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് ലൂതർ ഗുള്ളിക്കാണ്. ഈ ഒരു വേർഡ് വരുന്നത് ഈ വാക്കുകളുടെ എല്ലാം ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ്. നമ്മൾ പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കൊന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റേ KS ചോദിച്ച ക്വസ്റ്റൻ ആയതുകൊണ്ട് പൊതുഭരണത്തിന് കാതലായ മൂല്യങ്ങൾ വരുന്ന വാക്കുകൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിഗ്രി ലെവലിൽ ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, +2 ലെവൽ പ്രിലിമിനറി നടത്തുവാണെങ്കിലും പണ്ട് അല്ലെങ്കിൽ +2 പ്രിലിമിനറി നടത്തിയിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. +2 ലെവൽ പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ എച്ച് ആപ്പിൾബേയും പൊതുഭരണത്തിന്റെ പിതാവ് വുഡ്രോ വിൽസനുമാണ്. ഓർത്തിരിക്കണേ. ഇനി അതുപോലെ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന പദം ലൂതർ ഗുള്ളിക്ക് കൊണ്ടുവന്നതാണ്. ഈ പദം എവിടുന്ന് വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരമാണ്. ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്നാണ് നമ്മൾ പഠിച്ചത്. പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇത്രയും വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു വേർഡ് ലൂതർ ഗുള്ളിക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ വാട്ട് ഈസ് ബ്യൂറോക്രസി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചേക്കുക. പൊതുഭരണം എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ഇത്രയും പോർഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിനുശേഷം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സോഴ്സുകളിൽ നിന്ന് കൂടുതൽ പോയിന്റ്സ് എഴുതി വെച്ച് പഠിക്കാം. ഇത്രയും എന്തായാലും നോർമലി പഠിച്ചു വെക്കേണ്ട പോർഷൻ ആണ്. അടുത്തതാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ നയപരിപാടികളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് പറഞ്ഞു. ഇനി ഈ ഒരു ഡെഫിനിഷൻ +2 ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഡെഫിനിഷൻ ആണ്. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആര്? ഓപ്ഷനിൽ മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം, ആസൂത്രണ കമ്മീഷൻ, നിതി ആയോഗ്. ഈ ഓപ്ഷൻസ് ഒക്കെ കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആസൂത്രണ കമ്മീഷനെ ചിന്തിക്കില്ലേ? ഇപ്പൊ അത് നിതി ആയോഗ് അല്ലേ എന്ന് ചിന്തിക്കില്ലേ? ഇതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക. വാട്ട് ഈസ് ബ്യൂറോക്രസി അല്ലെ ബ്യൂറോക്രാറ്റ്സ് എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ, ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ, രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്?
ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ SCERT പുസ്തകത്തിൽ കിടക്കുന്ന 5 പോയിന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 5 പോയിന്റും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ശ്രേണീപരമായ സംഘാടനം. എന്താണ് ശ്രേണീപരമായ സംഘാടനം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഓഫീസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അല്ലെ, താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അല്ലെ. ഹൈറാർക്കിയാണ്. നമ്മൾ നമ്പർ ഓഫ് എന്താണ് LD ക്ലർക്സ് എടുക്കുവാണെങ്കിൽ അതെന്താണ് കുറച്ച് നമ്പർ കാണും. അതിന് മുകളിലുള്ള UD ക്ലർക്കുകളുടെ എണ്ണം കുറച്ചുകൂടി കുറവായിരിക്കും. സൂപ്രണ്ട് ആവുമ്പോൾ കുറഞ്ഞു. അങ്ങനെ തന്നെ ഹെഡിലേക്ക് എത്തുകയാണ് അല്ലെ. ഒരു ഓഫീസിന്റെ ഹെഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഹൈറാർക്കിയൽ രീതിയിലാണ് പോകുന്നത്. താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുതൽ, അതിന് മുകളിലുള്ളവരുടെ എണ്ണം അതിലും കുറവ്, ഏറ്റവും മുകളിൽ ഏറ്റവും കുറച്ച് നമ്പർ ഓഫ് എംപ്ലോയീസ്. അതാണ് ഈ ശ്രേണീപരമായ സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സ്ഥിരത. സ്ഥിരത എന്ന് വെച്ചാൽ എന്ത് പറയും? നമ്മളിപ്പോ ജോലി കിട്ടി, നമ്മൾ കയറി, ഇത്രാമത്തെ വയസ്സിൽ കയറി, എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്നുള്ളത് സ്ഥിരതയാണ് അല്ലെ. നമുക്ക് പെർമനൻസ് ആണ്, നമുക്ക് സ്ഥിരം അതിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും സർക്കാർ ജോലിക്ക് പഠിക്കുന്നത്. നമുക്ക് സ്ഥിരത എന്ന് പറയുന്ന ആ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് വരെ നമുക്ക് ഇനി ഏതൊക്കെ ഗവൺമെന്റ് വന്ന് ഭരിച്ചാലും എങ്ങനെയൊക്കെ ഭരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് സ്ഥിരത എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വൈദഗ്ധ്യം. നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള് PSC വിളിക്കുമ്പോ തന്നെ നമ്മള് ഓരോരോ തൊഴില് ബേസ് ചെയ്തിട്ട് വൈദഗ്ധ്യം, ആ ഒരു ഡിഗ്രി ലെവൽ, +2 ലെവൽ അങ്ങനെയല്ല. ഇപ്പോ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് വർക്ക് ആണെങ്കിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് പറഞ്ഞിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിളിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിൽ എന്ത് വേണം? വൈദഗ്ധ്യം വേണം. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അവർ എന്ത് ചെയ്യുക? ജോലിക്ക് എടുക്കുക. അപ്പൊ വൈദഗ്ധ്യം ഒരു എന്താണ് മെയിൻ സവിശേഷതയായിട്ട് എടുക്കുന്നുണ്ട്. പിന്നീട് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. നമുക്കറിയാം എന്താ, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എന്ത് വേണം? മിനിമം 50% മാർക്കോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ബിരുദമായിരിക്കും ചോദിച്ചിരിക്കുക. ഇപ്പൊ പറയുന്നുണ്ട് 10ാം ക്ലാസ് ജയിക്കുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന, ഡിഗ്രി യോഗ്യത ഇല്ലാത്തവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ LGS ലെവലിലേക്ക്. ആ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താ, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. പിന്നീട് രാഷ്ട്രീയ നിഷ്പക്ഷത. നമ്മൾ ജോലിക്ക് കയറി, ഒരു പാർട്ടിക്കാർ വന്ന് ഇത് ചെയ്യാൻ പറയുന്നു, അടുത്ത പാർട്ടിക്കാർ വന്ന് അടുത്തത്. അങ്ങനെ പറ്റില്ല. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ദൂരം പാലിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി നമ്മൾ നിഷ്പക്ഷരായിരിക്കണം. ഇതൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞ് LDC കിട്ടി, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കിട്ടി, ഡിഗ്രി മെയിൻസ് ഒക്കെ കിട്ടി, നിങ്ങൾ ജോലിക്ക് ചെയ്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1, ശ്രേണീപരമായ സംഘാടനം. 2, സ്ഥിരത. 3, വൈദഗ്ധ്യം. 4, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. 5, രാഷ്ട്രീയ നിഷ്പക്ഷത. ഇത്രയും ഹെഡിങ്ങുകൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളതും എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്നുള്ളതും. ഇനി നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭരണഘടനാ അനുച്ഛേദങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, എന്താണ് അനുച്ഛേദങ്ങൾ, എന്താണ് പാർട്ട്, എന്താണ് ഭരണഘടന, ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്നു, എന്തൊക്കെയാണ് പാർട്ടുകൾ എന്നും എന്തൊക്കെയാണ് ആർട്ടിക്കിൾ എന്നും അല്ലെ. അപ്പോ 1, ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ, ആർട്ടിക്കിളുകൾ പഠിക്കണമെങ്കിൽ ഇത് എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിയണ്ടേ? എവിടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ആർട്ടിക്കിളുകളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? ഓക്കെ, അപ്പൊ പാർട്ട് 14ലാണ് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ പാർട്ട് 14 ആണ്. പാർട്ട് 14ലാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 14ൽ എത്ര തൊട്ട് എത്ര വരെയുള്ള ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 308 തൊട്ട് ആർട്ടിക്കിൾ 323 വരെ. ആർട്ടിക്കിൾ 308 തൊട്ട് ആർട്ടിക്കിൾ 323 വരെ നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ഭരണഘടന സെക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ 308 തൊട്ട് 323 വരെയുള്ള പോർഷനെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതെങ്ങനെയാണ്? ചാപ്റ്റർ 1 സർവീസസ്. ഒന്നാമത് നമ്മൾ പറയുന്നത് എന്താ? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നമ്മളിപ്പോ
എന്താ നമ്മള് ഉദ്യോഗസ്ഥരായി കയറി, അപ്പൊ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ആണ് വരിക. രണ്ടാമത്തത് പബ്ലിക് സർവീസ് കമ്മീഷൻ. നമുക്കറിയാം എന്താ ഇപ്പോ PSC ഉണ്ട്, UPSC ഉണ്ട്, ഇതെല്ലാം ഓരോ കമ്മീഷൻസ് ആണ് അല്ലെ. ഈ കമ്മീഷനിലെ അംഗങ്ങളുണ്ട്, ഇവരുടെ നിയമനം, ഈ കാര്യങ്ങളൊക്കെയാണ് എവിടെ പറയുന്നത്, ചാപ്റ്റർ 2 പറയുന്നത്. എത്ര തൊട്ട് എത്ര വരെയുള്ള ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 315 തൊട്ട് 323 വരെയുള്ള ആർട്ടിക്കിൾ ആണ് എന്ത് ചാപ്റ്റർ 2 പറഞ്ഞേക്കുന്നത്. ഇതെന്താണ്, പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സർവീസുകളെ പറ്റിയാണ് ചാപ്റ്റർ 1 308 തൊട്ട് 314 വരെയുള്ള ആർട്ടിക്കിളുകൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ആർട്ടിക്കിൾ ഓരോന്നും ഏതൊക്കെയാണെന്നും അതിന്റെ സവിശേഷതകളും അതൊന്നും നമുക്ക് കുറച്ച് പഠിച്ചു വെക്കാനായിട്ടുണ്ട്. കാര്യം ആർട്ടിക്കിളുകൾ എടുത്താണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ആർട്ടിക്കിളുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിളുകൾ ഇത്രയും ഉറപ്പായിട്ടും കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഡിഗ്രി തല പരീക്ഷകൾക്ക്, ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ഈ ആർട്ടിക്കിളുകൾ, ഇതിലെ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളിൽ നിന്ന് മാത്രം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 308 തൊട്ട് 323 വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോ ആർട്ടിക്കിളുകളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയും വരെയുള്ള പോർഷൻ എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അതിനുശേഷം വേണം നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ തൊട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.